ആശയോടു നിന്നെ കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേകനാളാകാംക്ഷയോടു നിന്നെ മടങ്ങുകിൽ നീ വീടും നീ മടങ്ങുകിൽ നീ വീടും നീ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ അത് നമ്മുടെ പ്രാർത്ഥനയായി മാറട്ടെ. ഓ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. ദൈവിക കരുതലിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പകൽ നമുക്ക് തുടങ്ങാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് എൻ ഹക്കോരെ എന്ന് പേർ വിളിച്ചു. ശിംശോനെ കുറിച്ചാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ഫിലിസ്ത്യരോടുള്ള പോരാട്ടത്തിൽ ശിംശോൻ വളരെ ശക്തമായ നിലയിൽ ആത്മബലത്തോടുകൂടെ ഫിലിസ്ത്യരെ പരാജയപ്പെടുത്തിയ ചരിത്രം നാം വായിക്കുന്നു. ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് കൊന്നൊന്ന്, കൊന്നു രണ്ട് എന്ന് പറഞ്ഞ 1000 പേരെ അവൻ കൊന്നു. പക്ഷേ താൻ ആ വലിയ പ്രവൃത്തി ചെയ്തൊരു വലിയ വിജയം നേടി എങ്കിലും താനൊരു നിരാശയുടെ അടിത്തട്ടിലേക്ക് ആയിത്തീർന്നുകൊണ്ട് പറയുക, അയ്യോ ഞാൻ ദാഹം കൊണ്ട് വലഞ്ഞ് മരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താൻ നിലവിളിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു വഴി തുറന്നതാണ് നാം ഇവിടെ വായിക്കുന്നത്. നാം വായിച്ചു, അവിടെ ഒരു കുഴി പിളരുമാറാക്കി, ഒരു നീരുറവ് ദൈവം അവന് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന് എൻ ഹക്കോരെ എന്ന് പേർ വിളിപ്പാൻ ഇടയായിത്തീർന്നു. എൻ ഹക്കോരെ എന്ന വാക്കിൻ്റെ അർത്ഥം നിലവിളിക്കുന്നവൻ്റെ നീരുറവ എന്നാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം പലപ്പോഴും അകപ്പെടുന്ന ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അറിയാത്ത വഴികൾ തുറക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ അടുത്തു വന്ന ജനത്തോട് പ്രസംഗിച്ചിട്ട് നേരം സന്ധ്യയായി അവരെ ഊരുകളിലേക്ക് വിടണമെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അങ്ങനെ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ചരിത്രമാണല്ലോ നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. പലപ്പോഴും ശിഷ്യന്മാർ പോലും എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത വസ്തുതയാണ് നമുക്ക് ആ തിരുവെഴുത്തിൻ്റെ ഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആകുലത അവൻ്റെ മേൽ വയ്ക്കാം. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.